ആചാരങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ശബരിമലയിൽ അനാചാരങ്ങളും കുറവല്ല. തന്ത്രിയും മേൽശാന്തിമാരും ദേവസ്വം ബോർഡും പലതവണ ശ്രമിച്ചിട്ടും ഭക്തർ ചെയ്യുന്ന അനാചാരങ്ങൾ തടയാൻ കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ വീണ്ടും ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. പമ്പയിൽ കുളി കഴിഞ്ഞ വസ്ത്രങ്ങൾ നദിയിൽ ഉപേക്ഷിക്കുന്നത് മുതൽ തുടങ്ങുന്നു ശബരിമലയിലെ അനാചാരങ്ങൾ. ആദ്യമൊന്നും ഗുരുതര പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ആരും തടയാൻ ശ്രമിച്ചില്ല. പക്ഷേ വലിയൊരു പരിസ്ഥിതി പ്രശ്നമായതോടെ കോടതി ഇടപെട്ടു. നിയന്ത്രണങ്ങളുണ്ടെങ്കിലും നിരവധി പേർ ഇപ്പോഴും വസ്ത്രങ്ങൾ ഒഴുക്കുന്നുണ്ട്. സന്നിധാനത്തേക്കുള്ള യാത്രയിൽ വഴിയരികിൽ കല്ലുകൾ അടുക്കി വച്ചിരിക്കുന്നതാണ് മറ്റൊരു അനാചാരം. മരങ്ങളിൽ തുണികൾ കൊണ്ട് കെട്ടിയ തൊട്ടിലുകളാണ് മറ്റൊന്ന്. കല്ല് കെട്ടിയിരിക്കുന്നതും കാണാം. ശരക്കോലുകളും കറുപ്പു കച്ചകളും വഴിനീളെയുണ്ട്. വഴിയിൽ കാണുന്ന കല്ലുകളിലെല്ലാം നെയ്ത്തേങ്ങ ഉടക്കുന്നതിനും അടിസ്ഥാനമില്ല. മരക്കൂട്ടം മുതൽ വലിയ നടപ്പന്തൽ വരെ ഇത്തരം അനാചാരങ്ങൾ നിരവധി കാണാം. മാളികപ്പുറം ക്ഷേത്രത്തിനു ചുറ്റും തേങ്ങ ഉരുട്ടുന്നതാണ് മറ്റൊന്ന്. ശ്രീകോവിലിൻ്റെയും നടപ്പുര മണ്ഡപത്തിൻ്റെയും മുകളിലേക്ക് വസ്ത്രങ്ങൾ എറിയാൻ തുടങ്ങിയിട്ടും വർഷങ്ങളായി. ചിലർ പട്ടിൽ തേങ്ങ പൊതിഞ്ഞെറിഞ്ഞതോടെ ശ്രീകോവിലിൻ്റെ ഓട് പൊട്ടുന്നതും അപകടങ്ങളും പതിവായി. മാളികപ്പുറത്തെ അനാചാരങ്ങൾ തടയണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടു. തേങ്ങ ഉരുട്ടൽ എന്ന് പറഞ്ഞ ഒരു വഴിപാടുമില്ല, ഒരു ആചാരവുമില്ല. അത് അവിടെ വരുന്ന തൊഴുന്ന ഭക്തജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അവർ നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ കൂടാണ് കൊണ്ട് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുമുണ്ട്. അതാരോ ഒരാൾ ഉരുട്ടി പിന്നെ വരുന്നവരൊക്കെ ഉരുട്ടി അങ്ങനെ ആചാരമായിട്ട് മാറിയതാണ്. അത് ഒഴിവാക്കേണ്ടതാണെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. വെറ്റില പറപ്പിക്കുക, വസ്ത്രങ്ങൾ കൊണ്ട് മാളികപ്പുറം ക്ഷേത്രത്തിന് ശ്രീകോവിലിൻ്റെ മുകളിലോട്ട് എറിയുക, ക്ഷേത്രത്തിന് ചുറ്റും മഞ്ഞപ്പൊടി വിതറുക, മണിമണ്ഡപത്തിൽ കൊണ്ടുവന്ന് ഭസ്മം വിതറുക, ഇതൊക്കെ അനാചാരം. അങ്ങനൊരു ആചാരങ്ങളെ ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. പിന്നെ ഇവരെ ഇവിടെ അങ്ങ് ചെയ്യുന്നു, ഒരാൾ ചെയ്യുന്നു, എല്ലാവരും അങ്ങ് ചെയ്യും. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ അനാചാരങ്ങൾ നിയന്ത്രിക്കാൻ നടപടിയെടുക്കുമെന്ന് ദേവസ്വം ബോർഡും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഇത് ചെയ്യുന്നത് കേരളീയരായിട്ടുള്ള ഭക്തരല്ല, ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. കാരണം അവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവരിവിടെയും ഇത് ചെയ്യുന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് തന്ത്രിയുടെ അഭിപ്രായം കൂടി നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുമുള്ള ശ്രമങ്ങളുമായി ദേവസ്വം തീരുമാനിച്ചു. മുൻപ് വന്നവർ ചെയ്ത കാര്യങ്ങൾ പിന്നാലെ വന്നവരും തുടരുന്നു. എന്താണെന്നും എന്തിനാണെന്നും അറിയാതെ ചെയ്യുന്നത് പലതും അനാചാരങ്ങളാണ്. ഇത്തരം അനാചാരങ്ങൾ ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാന തീർത്ഥാടകരാണെങ്കിലും മലയാളികളും മോശമല്ല. കാലം കഴിയുന്തോറും ഇത്തരം അനാചാരങ്ങൾ കൂടുതൽ വേരുറപ്പിക്കും. കാടും പുഴയും കൂടുതൽ മലിനമാകും. കർശന നിയന്ത്രണങ്ങളും ബോധവൽക്കരണവുമാണ് ആവശ്യം. സന്നിധാനത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.